അതിനകത്തും നമുക്കൊരു വിഷമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കടയിൽ വെക്കുന്ന ഞങ്ങൾക്ക് കഴിക്കാനുള്ളതിനകത്ത് ഒരു ഓഹരി അവർക്ക് കൊടുക്കും. അവരുടെ കയ്യിൽ നമ്മൾ അതിന്റെ പൈസ മേടിക്കത്തില്ല. കാരണം അത് വേണ്ട, അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെയാണ് കാര്യം നീങ്ങുന്നത്. പിന്നെ നമുക്ക് ഓർഡറുകൾ ഇപ്പൊ നമ്മുടെ സൊമാറ്റോയില് എന്താ അലോഡാണ്. പിന്നെ വേറെ പ്രാദേശിക ഇതിനകത്തുമുണ്ട്, വൈസ് എന്ന് പറയുന്ന ഒരു ഇതിനകത്തുമുണ്ട്. പിന്നെ സ്വിഗ്ഗിക്കകത്ത് ഇപ്പോൾ ഉടനെ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ നമ്മള് പിന്നെ അവിടുന്ന് പിന്നെ പുറത്തുനിന്ന് ലോക്കലായിട്ട് ആൾക്കാര് വിളിച്ചു പറഞ്ഞാല് കൊണ്ടു കൊടുക്കില്ലേ? അതെ. ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലാരുമില്ല ഒന്ന് കൊണ്ടുതരുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിതരണം ചെയ്യും, കൊണ്ടു കൊടുക്കും. പിന്നെ ഇച്ചിരി ദൂരെ ആണെങ്കിൽ അല്ലെ കടയിൽ ആളില്ല തിരക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഇച്ചിരി താമസിക്കുക, അല്ലെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് വരാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം അവർക്ക് സാധനം എത്തിക്കാൻ നോക്കും. പിന്നെ ചില സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ നമുക്കത് പറ്റാത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പൊ പറഞ്ഞത് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഞങ്ങള് കസ്റ്റമർ വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇടയ്ക്ക് കൊടുക്കുമ്പോൾ അവരിൽ എത്തിക്കാൻ നോക്കും. പിന്നെ യാത്രക്കാർ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങൾ 5 പേരുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഫുഡ് മാറ്റിവെച്ച് അവർ വരുന്നവരെ നമ്മൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അവർ ഫുഡ് കൊടുത്തതിന് ശേഷമേ ഉള്ളൂ. പക്ഷെ നേരത്തെ ഞങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യണം, അത് വരികയും ചെയ്യണം. മിക്കവാറും നമുക്ക് പണി കിട്ടാറുണ്ട്, വിളിച്ചു പറഞ്ഞിട്ട് വരാതിരിക്കുന്നവരുണ്ട്. എന്നാലും സാരമില്ല, സാഹചര്യമാണ്, നമ്മൾ അതിലൊക്കെ സഹകരിക്കും. തിരിച്ച് വിളിച്ച് നമ്മൾ ഒന്നും പറയത്തില്ല, സാരമില്ല പോട്ടെ അടുത്ത ആളിനോട്. അങ്ങനെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ നമ്മള് പിന്നെ ഓർഡർ എടുക്കുന്നത് ബോർഡിനകത്ത് കണ്ടായിരുന്നു. നമുക്ക് കാറ്ററിംഗിന്റെ അവർക്കുണ്ട് ഓർഡർ അനുസരിച്ച് ഇത് പരിപാടിയാണെങ്കിലും നമുക്ക് അതിന്റെ നടപടിക്രമം എന്ന് വെച്ചാൽ നമ്മുടെ കടയിലെ റേറ്റ് തന്നെ ഇട്ട് അവർക്ക് കൊടുക്കും. പിന്നെ ദൂര സ്ഥലമായെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇന്ന് ബുക്ക് ചെയ്യുവാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ദിവസം ബുക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? ഇന്ന് നാളെ ഉച്ചക്കത്തേക്ക് പരിപാടിയെങ്കിൽ വൈകിട്ട് ബുക്ക് ചെയ്താൽ മതി. നമ്മൾ എങ്ങനെ നിങ്ങളെ ബന്ധപ്പെടണം? അവന്റെ നമ്പറുണ്ട്, നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി. നമുക്കുള്ള ചൊക്കുന്ന രീതി നമ്മൾ അവരുമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഓർഡർ ഇഷ്ടം പോലെ വരുന്നുണ്ട്, നമ്മൾ ചെയ്യും. നമ്മള് ആരെയും പറ്റത്തില്ല എന്നുള്ള ഒരു വാക്കില്ല. കസ്റ്റമർ വേണ്ട അല്ലെ പറ്റത്തില്ലെന്ന് പറയത്തേ ഉള്ളു, നമ്മൾ അങ്ങനെ ഒഴിയാറില്ല. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവര്, അപ്പം നമ്മുടെ ബഷീർ ദം ബിരിയാണിയിലെ ബഷീർ സാറിന്റെ ഇതൊരു ഇന്റർവ്യൂ കാണുന്നവര്, പുതുതായിട്ട് വരുന്നവര്, അങ്ങനെ കാണുന്നവര് നമ്മുടെ ഈ ലൊക്കേഷനിലെത്തണം, നമ്മുടെ ഈ ഫുഡ് സ്പോട്ടിൽ എത്തണമെങ്കിൽ കായംകുളത്താണല്ലോ. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് എക്സാക്ട് പറയാൻ പറ്റുന്ന? കായംകുളം സ്റ്റാൻഡിൽ നിന്ന് വരുവാണെങ്കിൽ 1 കിലോമീറ്റർ MSM കോളേജിന്റെ സർവീസ് റോഡിൽ കയറണം. പടിഞ്ഞാറ് സൈഡിലെ സർവീസ് റോഡിൽ കയറിയാൽ നമ്മുടെ കട മുമ്പിലെത്തും. അതുപോലെ തന്നെ വടക്കൂന്ന് വരുമ്പോഴത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് ഒരു 150 മീറ്റർ വടക്കോട്ട് മാറി സർവീസ് റോഡിലോട്ട് കയറാനുള്ള സംവിധാനമുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയ ഒരു 150 മീറ്റർ തെക്കോട്ട് വരുമ്പോഴത്തെ നമ്മുടെ ബിരിയാണി കട മുമ്പിലെത്തും. അവിടെ വലിയ ചെറിയ ബിരിയാണി എഴുതിയ കടയുണ്ട്. എല്ലാരും വരിക, എല്ലാരും വന്ന്. അതേപോലെ നമ്മൾ ടൈമിംഗ് കൂടെ ഒന്ന് പറയാമോ? കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും എൻഡ് ചെയ്യുന്ന ടൈമും എങ്ങനെയാണ് അതിന്റെ ടൈം? ഭക്ഷണം തുടങ്ങുന്നത് 11 മണിക്ക് സ്റ്റാർട്ടാവും. 11 മണി, 11:05, 11:10 ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പാഴ്സൽ വന്ന് തുടങ്ങും. 11 മണി മുതൽ ഒരു 3 മണി 3:30 മണി വരെയൊക്കെ ഓടും. ചിലപ്പോൾ അത് ആൾ കൂടുതലാണെങ്കിൽ 2:45, 2:30ക്കും തീരും. ചിലപ്പോൾ 2:15, 2:30ക്കും തീരുന്ന ദിവസങ്ങളുണ്ട്. ആള് ഒറ്റയടിക്ക് എല്ലാവരും കൂടെ കയറി വന്നിരുന്നെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തീരും. ഇല്ലെങ്കിൽ പതുക്കെ ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിയും. പിന്നെ അല്ലെങ്കിൽ ശാലോടുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ നേരെ ഇരുന്ന് അത് തീർത്തിട്ട് പെട്ടെന്ന് നമ്മൾ കഥ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ തുടങ്ങും. ഓക്കെ, വളരെ സന്തോഷം ഷെയർ ചെയ്തതിന് എക്സ്പീരിയൻസ്. ഓക്കെ.